എന്നാ വരട്ടെ കൃഷ്ണനായരെ. ആ വരൻ ചേട്ടന്റെ ബന്ധുവാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടി ബാറിൽ പോയായിരുന്നു. എന്നാ ഇപ്പൊ തന്നെ പോവല്ലോ. ഓ നാളെ മതി. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്തൊരു ശല്യത്. കഷ്ടം തന്നെ. ഇന്ന 9 ഉണ്ട്. ഇത് കൊണ്ടുപോകും. ഇത് ഈ മാസത്തെ പലിശ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ചെലവിന് വേറെ കാശൊന്നും ഇല്ലാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ ഇതൂടെ ആണെങ്കിൽ വന്നേനേം. 1-ാം തീയതി തന്നെ തിരിച്ചു വരണം കേട്ടോ. ശരി കൊച്ചമ്മേ. ശാരദേ, ഹേമയുടെ കല്യാണത്തിന് ശാരദ പോയില്ലയോ? പോയിരുന്നു. നാട് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ ആലോചിക്കണ്ടേ വരുന്നവർക്കൊക്കെ സദ്യ കൊടുക്കാൻ സാധിക്കുമെന്ന്. സാധിക്കത്തില്ലെങ്കിൽ അതിന് പോകരുത്. അവസാനത്തെ പന്തിയിലിരുന്നവർക്ക് ചോറ് പോലും കഴിഞ്ഞിട്ടില്ലെന്നേ. ആര് പറഞ്ഞു? ഞാൻ അവസാനത്തെ പന്തിയിലായിരുന്നത്. ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ആ എനിക്കറിയാൻ വയ്യേ, ആളുകൾ പറയുന്നത് കേട്ടതാ. ഞാൻ പോട്ടെ കൊച്ചമ്മേ. നിക്കടി. അതുപോലെ എന്ത് പായസമായിരുന്നു വിളമ്പിയത്? പാൽപ്പായസം. പാൽപ്പായസം. അത് പാത്രത്തിൽ എഴുതി വെക്കണം. എന്തൊരു പുകയവയായിരുന്നു എന്റെ മാതാവേ. ഞാൻ കഴിച്ചതാണല്ലോ. ഒരു കുഴപ്പമില്ലായിരുന്നു. പിള്ളേര് കോരി കുടിക്കുന്ന ഞാൻ കണ്ടതല്ലേ. അത് പിള്ളേരുടെ ആർത്തി കൊണ്ടായിരിക്കും. ഞാൻ വരട്ടെ കൊച്ചമ്മേ. നിക്കടി. എന്തത്ര ധൃതി. പെണ്ണുടുത്തിരുന്ന കല്യാണസാരി ശാരദ ശ്രദ്ധിച്ചോ? 10 കാശ് സ്ത്രീധനമോ കൊടുത്തില്ല. പോട്ടെ, പെണ്ണിനെടുക്കാൻ നല്ലൊരു സാരിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കായിരുന്നില്ലേ അവർക്ക്? അതും പോട്ടെ. വാ വാ. എല്ലാം ഉണ്ടോന്ന് നോക്കിയാ മേരിക്കുട്ടി. ഓ എന്തോ നോക്കാനാ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 1-2 കുറഞ്ഞെന്ന് വെച്ചപ്പോ എന്താ അവിടെ വെച്ചേക്ക്. ഞാൻ എടുത്തു വെച്ചോളാം. ഹേമയുടെ കല്യാണത്തിനെ പറ്റി ശാരദയോട് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. വീട്ടിലോട്ടല്ലേ? സരോജം കയറി ഇരിക്കേ. വേണ്ട, പോണം. സത്യം പറയട്ടെ സരോജം, ഇത്രയും നല്ലൊരു കല്യാണം ഈ അടുത്ത കാലത്ത് എങ്ങും ഞാൻ കൂടിയിട്ടില്ല. കല്യാണത്തിന് വിളമ്പിയ പാൽപ്പായസത്തിന്റെ രുചി ഇപ്പോഴും എന്റെ നാക്കേന്ന് പോയിട്ടില്ലെന്ന് ശാരദയോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാ പിന്നെ ശാരദ ചെല്ല്. 1-ാമത്തെ കാര്യം മറക്കണ്ട. ശരി, പോ. ഞാൻ വരട്ടെ. നിക്കുന്നേ. ആരായിരുന്നു പാചകം? എല്ലാം കരയോഗക്കാരെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. കരയോഗമോ? അതെവിടെയുള്ള ഹോട്ടലുകാരാ? ഹോട്ടലൊന്നും അല്ല മേരിക്കുട്ടി, അതൊരു സമുദായ സംഘടനയാ. ആണോ? ഞാൻ വരട്ടെ. ഒരുപാട് ജോലി ബാക്കി ഒന്ന് നിന്നേ. ഞാൻ പ്രസന്റായി തന്ന സ്റ്റീൽ പാത്രം ഹേമ കൊണ്ടുപോയോ? അവക്ക് കിട്ടിയതൊക്കെ അവക്ക് തന്നെ കൊടുത്തു. നന്നായി. കടക്കാരനോട് പ്രത്യേകം ഞാൻ പറഞ്ഞു മേരിക്കുട്ടി പത്രോസ് എന്ന് പാത്രത്തിൽ എഴുതാൻ. അവളത് കാണുമ്പോഴെങ്കിലും ഈ പാവ എന്നെ ഓർക്കുമല്ലോ. എന്നാ ചെല്ലേ. ആ വാര ഭാര്യ എന്തിനാ ഇവിടെ വന്നേ? ഈ പാത്രം കൊണ്ടുതരാൻ. എടേ മേരിക്കുട്ടി, ആ വാര നമ്മുടെ വരുതിയിൽ നിർത്താൻ കിട്ടിയ നല്ലൊരു അവസരം പാഴായി പോയി. ഹേമയെ കല്യാണം കഴിച്ചു ചേർക്കാൻ കൃഷ്ണനായർ ബന്ധുവാണെന്ന് വിവാഹത്തിനാണ് അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പാത്രം കൂടെ കാണാനുണ്ടല്ലോ. എന്തെല്ലാം വഴികളുണ്ടായിരുന്നു ആ വാരരെ കൊടുക്കാൻ. ബ്രഹ്മാവിനാണോ ആ ആയുസിന് പഞ്ഞം? ബ്രഹ്മാവാണോ ആയുസ് കൊടുക്കുന്നത്? നിശ്ചയല്ലേ. ഇത് ഞാൻ ഇതെന്ത് പറ്റി? ഓ നല്ലൊരു അവസരം പാഴായി പോയല്ലോ കർത്താവേ. പത്രോസേ, നീ പാരയാവേ. പാരേ? അതെ. ഇപ്പൊ ആകാശത്തും കേട്ടു തുടങ്ങിയ ഞാൻ സർവ്വവ്യാധിയാണ്. 1500 രൂപ ഉണ്ട് അംസ. അകത്തേക്ക് ഇരിക്കാം. വേണ്ട, പോകാൻ ധൃതിയുണ്ട്. എണ്ണി നോക്കിയുള്ളൂ. ഓ, സാറെണ്ണിയല്ലേ, അത് മതി. മോടെ കല്യാണത്തിന് വാങ്ങിയതടക്കം 46,500 രൂപ ഇനി ബാക്കി ഞാൻ അംസയ്ക്ക് തരാനുണ്ട്. PF ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കിട്ടുന്നവരെ അംസ ക്ഷമിക്കുമല്ലോ. കാശ് തിരിച്ചു തരുന്നതിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലും പറയേണ്ട ഒരു മര്യാദ എനിക്കില്ലേ? മകന്റെ കാര്യങ്ങൾ ഇതുവരെയായി. ഹൗസ് സർജൻസി കഴിഞ്ഞ ഉടനെ ഹെൽത്ത് സർവീസ് സെലക്ഷൻ കിട്ടി. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ് എന്നാണ് കത്തിൽ സൂചന. അതേതായാലും നന്നായി, വീട്ടിൽ തന്നെ നിൽക്കാമല്ലോ. ഒരു സ്കൂട്ടറോ ബൈക്കോ ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ മേടിക്കാൻ വല്ല വഴിയുണ്ടോ? പിന്നെന്താ വേണോ? ജോലിക്ക് പോകുമ്പോൾ ഒരു സ്കൂട്ടറോ ബൈക്കോ അവന് മേടിച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എന്റെ മനസ്സിൽ മോഹമുണ്ട്. അവൻ ചോദിച്ചിട്ടൊന്നുമില്ല. സംഘടിപ്പിച്ചോളയാം. സാറിന് എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി. പറയാം. വരട്ടെ. ശരി. എന്ത് പറയാനാ പത്ര
കർത്താവിന്റെ കരുണ. അതെ, അല്ലാതെ നാട്ടുകാരുടെ കരുണാന്ന് പറയാൻ പറ്റുമോ? 50 ഏക്കർ ഭൂമിയും തരക്കില്ലാത്തൊരു ബംഗ്ലാവേ എനിക്കുള്ളൂ. പിന്നെ ഇത്തിരി കൊക്കോയും കുരുമുളകും ഒക്കെ ഉണ്ട്. ജീവിക്കണ്ടേ? പിന്നെ ആ, ഇത് മേരിക്കുട്ടി. എനിക്ക് മനസ്സിലായി, ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. എന്ത് മനസ്സിലായി? വൈഫ് തന്നെയല്ലേ? സംശയമൊന്നും വേണ്ട, വൈഫ് തന്നെ. ഇത് TT പുന്നൂസ്, DMO സാറാമ്മയുടെ ചേട്ടൻ. അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്കറിയില്ലയോ, ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. നമ്മൾ വേളാങ്കണ്ണി പോയപ്പോ ട്രെയിനിൽ ടിക്കറ്റ് വയ്ക്കാൻ വന്നത് ഈ സാറില്ലയോ? എന്റെ ഈശോയെ, എന്താ ഇദ്ദേഹം അല്ലേ അന്ന് ടിക്കറ്റ് വയ്ക്കാൻ വന്ന TT? TT ഇയാളുടെ ഇനീഷ്യലാ. ഇയാൾ പത്തനംതിട്ടയിലെ RTO. ആ, അതാ മനസ്സിലായി മനസ്സിലായി. നിനക്ക് ഇതെന്റെ മകനാ. എനിക്കല്പം ധൃതിയുണ്ട്. ധൃതി നിന്റെ മറ്റോ. ഇതാണ് ഇവിടുത്തെ ചിട്ട. അപ്പച്ചന് ധൃതിയുള്ളപ്പോ മോന് ധൃതിയില്ല, മോന് ധൃതിയുള്ളപ്പോ അപ്പച്ചന് ധൃതിയില്ല. രണ്ടുപേരുടെയും ധൃതിയിലല്ലേ ഞാൻ വിഷമിച്ചു. സാറിന് കാപ്പി ചായയോ? എന്തായാലും വിരോധമില്ല. ആ, ഷുഗർ ഉണ്ടോ? എന്താ ഇവിടെ ഇല്ലേ? അല്ല, സാറിന്റെ ശരീരത്തിൽ മകൻ എന്ത് ചെയ്യുന്നു? നാട്ടില് ഡോക്ടർമാരും വക്കീൽമാരും ചവർ കണക്കിനുണ്ട്. അതുകൊണ്ട് ഞാൻ ലൈൻ ഒന്ന് തിരിച്ച് അവനെ രാഷ്ട്രീയത്തിലാണ്. ഇതാ ചായ. ആ, ചായ കുടിക്കാം. രാഷ്ട്രീയത്തിൽ ഇറക്കിയത് ഏതായാലും നന്നായി. അതിനാകുമ്പോ വലിയ പഠിപ്പും യോഗ്യതൊന്നും ആവശ്യമില്ലല്ലോ. ഇഷ്ടം പോലെ സമ്പാദിക്കുകയും ചെയ്യാം. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെ പഠിപ്പിക്കുന്നതൊക്കെ വേസ്റ്റ് ആണ്. വേസ്റ്റ്. ആ, മേരിക്കുട്ടി, ഉന്നു സാർ അയാളുടെ മകന് നമ്മുടെ മോളുമായിട്ട് ഒരു പ്രപ്പോസൽ ആയിട്ട് വന്നിരിക്കുക. അപ്പോ ബാക്കി കാര്യങ്ങൾ വഴി ആലോചിക്കാം. ആയിക്കോട്ടെ. എന്താ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ തന്നെ തിരിച്ചു പോയാലേ രാവിലെ വന്ന കാലത്ത് തന്നെ പോവാം. വണ്ടിക്കൂലി ഇനത്തില് ഒരു 50-60 സേവും ചെയ്യാം. അപ്പൊ ഇറങ്ങട്ടെ. എന്തിനാ അവിടുത്തെ വേസ്റ്റ് ആക്കണത്? എന്നാ ശരി. അപ്പൊ വരട്ടെ. ആ, അപ്പൊ നമുക്ക് കാണാം. ഓ, കാണാം. ഇന്ന് RTO ഓഫീസിലൊരു പിയൂണ് മാസം എന്താ വരുമാനം നിനക്കറിയോ? അയ്യയ്യേ, ഇങ്ങേരുടെ മകൻ RTO ഓഫീസിലെ പിയൂണാണോ? പോടി കഴുതേ. ആനക്കാര്യം പറയുമ്പോഴേ ചേനക്കാര്യം പറയണേ. എവിടെ നോക്ക്, ഇത് തന്നെ. അതെനിക്ക് അത്ര പോയില്ല കേട്ടോ. ഞാൻ പോയിട്ട് വെച്ചാ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മോനെ, എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് നീ ചൊല്ലിയ പ്രതിജ്ഞാവാചകം വെറുതെ കാറ്റിപ്പറത്ത് കളയാനുള്ളതല്ലെന്ന് നീ എപ്പോഴും ഓർക്കണം. മനുഷ്യ സേവനത്തിന് ഈശ്വരൻ നൽകിയ അപൂർവ സന്ദർഭമാണ് ഈ ഉടുപ്പ്. ഇതിൽ കളങ്കത്തിന്റെ കറ പറ്റരുത്. പോയിട്ട് വാ. ശരി അച്ഛൻ. ഞാൻ വരട്ടെ. ചാർജ് എടുക്കാൻ പോവാ. ബെന്നി ഉണ്ടോ സ്ഥലത്ത്? വരട്ടെ. സുരേഷ് ഏട്ടനാ മച്ചി. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് ചാർജ് എടുക്കാൻ പോവാ. ഈ പട്ടിക്കാട്ടിലെ ആശുപത്രി ജോലി ചെയ്ത ഒരു മാസത്തെ വാർഷോപ്പ് വാങ്ങിക്കാനുള്ള കാശ് കിട്ടുവോടി? അമ്മച്ചിക്ക് പൈസയായി ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ ഒരു കാര്യം സംസാരിക്കാൻ സാധിക്കില്ലേ? നിനക്ക് ഈയിടെയായിട്ട് നാക്കിന് ഇത്ര നീളം കൂടുന്നുണ്ട് കേട്ടോ. ഒന്നേ ഉള്ളതിൽ ഒലക്കേക്ക് തള്ളണമെന്ന് വല്ലയിടത്ത് ഉച്ചയ്ക്ക് അടിച്ചുകളെ ഞാൻ. ഞാൻ എടുക്കാം. ഹലോ, ആരാ? ബെന്നിയോ? അല്ല, ആര്യയുടെ അമ്മച്ചി. ഹലോ വെച്ചുകളഞ്ഞല്ലോ. ആരെടി ബെന്നി? എനിക്കറിയാൻ പാടില്ല. ബെന്നിയോ? ഏത് ബെന്നി? അമ്മച്ചിയാ ഫോൺ എടുത്തെന്ന് ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്നങ്ങ് ചോദിച്ചപ്പോ ഞാനങ്ങ് പറഞ്ഞുപോയി ബെന്നിയാണ്. അമ്മച്ചി ആനയോടെല്ലാം ചോദിച്ചു. ബെന്നി ആരാണെന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. അനി, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. എന്ത്? ഞാൻ ആനിയുടെ വീട്ടിലേക്ക് അങ്ങ് വരാൻ പോവാ. അപ്പച്ചനെ അമ്മച്ചി ഒന്ന് കാണാൻ. വേണ്ട. വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്നാലും കാണണ്ടതല്ലേ? കാണേണ്ട സമയത്ത് കണ്ടാ മതി. ഇങ്ങനെ അങ്ങ് പേടിച്ചാൽ എങ്ങനെയാ? എനിക്ക് പേടിയാ. ബെന്നി വീട്ടിലേക്ക് വരണ്ട. അയ്യോ, ഞാൻ വരുന്നില്ലേ. ഞാൻ വരട്ടെ, അമ്മച്ചി അന്വേഷിക്കും. വേണമെങ്കിൽ ഞാൻ അവിടം വരെ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ തനിയെ പൊക്കോളാം. വേണ്ടെങ്കിൽ വേണ്ട.